എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാക്കിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമ സീരീസിന്റെ എപ്പിസോഡ് 123 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ സോൾ ഹണ്ട് ഉണ്ടാക്കിയ ബാരിയർ അതും ബ്രേക്ക് ചെയ്ത് അവർ രക്ഷോട്ട് പോകുന്നതാണ്. മോൺസ്റ്ററിന്റെ ടെറിട്ടറി അതും കൂടി അറ്റാക്ക് ചെയ്ത രണ്ട് സൈഡ് മാനേജ് ചെയ്യാൻ പാടാണ് എന്ന് സോങ്ങ് ശിവൻ അത് കേൾക്കാത്ത രീതി പോകുമ്പോൾ കാവ്യങ്ങ് തിരികെ പോയാൽ ഒരു ചാൻസിന് കിട്ടണമെന്നില്ല. ഇപ്പൊ ചെയ്യാൻ പറയുന്ന കേൾക്ക്. എന്നാൽ ഫ്രണ്ടിലായിട്ട് സോൾ ഹോൾ വന്ന് വളരെ ഫാസ്റ്റ് ആണല്ലോ. അത് കേട്ട ഉടനെ തീർന്നു എന്ന് കരുതിയ തിരിഞ്ഞൊറ്റ പോകാണ്. അവരോട് സ്പ്ലിറ്റ് ആകാനായിട്ട് പറഞ്ഞു. ആദ്യം അവർ അറച്ചുവെങ്കിലും പിന്നെ പോയി. എന്നാള് ഒരു ഹാൻഡ് ടെക്നിക്ക് അത് യൂസ് ചെയ്തു വിട്ട് കാവോയിങ്ങിനെ നേരെ ടാർഗറ്റ് ചെയ്തു. അതിന്റെ പ്രഷർ കാരണം അവൾക്ക് മാറാൻ പറ്റിയിട്ട് സോങ്ക്യം കണ്ടിട്ട് എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് പോവാണ്. അത് കാവോയിങ് കണ്ട് അവളുടെ അടുത്തെത്തി. എന്നാൽ ശിവൻ കണ്ടിട്ട് പപ്പറ്റിനെ വിട്ട് ബ്ലോക്ക് ചെയ്തു. ആ സമയത്ത് അവരവിടെ നിന്ന് പോയി. പപ്പറ്റിനെ തിരിച്ചെടുത്തു. അവനും അവിടെ നിന്ന് പോയി. ശിവൻ നീ ആരെയൊക്കെ രക്ഷിക്കുന്ന എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവൻ ആ ഫോറസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി. മോൺസ്റ്റർ ടെറിട്ടറിയിൽ അവൻ ഏകദേശം എത്തി. ഇനി ഡേഞ്ചർ കൂടുതലാണ്. ആള് പിറകെ വരുന്ന ശിവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മാറി പോവുകയാണ്. അവളാണ് പറയുന്നത് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഫ്ലൈ മാത്രം എടുക്കും. അത് അവസാനമായിട്ട് പറയുന്നത് അന്ന് സോൾ ഹാളിൽ മൂക്ക് വന്നപ്പോഴാണ്. 6 ഫയർ ടെക്നിക്ക് യൂസ് ചെയ്ത് അവന്റെ അറ്റാക്ക് അത് ബ്ലോക്ക് ചെയ്ത് നീ ഓടുന്നത് നിർത്തിയോ. അതിന് ശിവൻ എനിക്ക് നീ ആരാണെന്ന് മനസ്സിലായി മൂക്കു. ഓ നീ മനസ്സിലാക്കിയല്ലോ, നല്ലത്. ഞാൻ നിന്റെ മാർഷൽ അങ്കിളാണ്. വെറുതെ ഒരു റീസണും ഇല്ലാതെ എന്നെ കൊല്ലാൻ കഴിയില്ലല്ലോ. അതായിട്ട് ശിവൻ മാർഷൽ അങ്കിളോ അതിന് നീ വെറുത്തല്ല എന്ന് പറഞ്ഞ 3 മിസ്റ്റർ ചേഞ്ചിലെ മൂന്നാമത്തെ ട്രാൻസ്ഫോം അത് എടുക്കുകയാണ്. അവന്റെ രൂപം മാറി, അതുപോലെ സ്ട്രെങ്ത് കൂടി. 8 സ്റ്റാർ ഡൗസോങ് ആണ് അന്ന് മാറിയത്. ലെവൽ കൂടുമ്പോൾ ഇതും കൂടുന്നതാണ്. അത് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. എന്നാൽ മൂവിൻ്റെത് ഡൗസോങ് അല്ല, ഡൗസോനാണ്, അല്ലെങ്കിൽ ഡൗ വെനറേറ്റ് ആണ്. ആയതിന് അവന്റെ അറ്റാക്ക് ഒന്നും തന്നെ അയാൾ കേൾക്കുന്നില്ല. അതും അയാൾക്ക് മനസ്സിലായി. അവന് മനസ്സിലായി. റൂളർ യൂസ് ചെയ്ത് നോക്കി. അവസാനം സേഫ് ഫ്ലിപ്പിംഗ് സീല അത് യൂസ് ചെയ്ത് ആ ഹാൻഡ് ടെക്നിക്ക് യൂസ് ചെയ്ത് തിരിച്ചു വിട്ടു. അത് ചെന്നടിച്ച് അത് പൊട്ടി അവനെ തെറിപ്പിച്ചു. അതിന്റെ പ്രഷറിൽ അവന് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല, മാറിപ്പോകാനും കഴിയുന്നില്ല. അതോടെ അവന്റെ ട്രാൻസ്ഫോം അത് ഇല്ലാതായി. ഡൗ വെനറേറ്റ് ആണല്ലോ. ആ ഹാൻഡ് അവന്റെ അടുത്തെത്തി. ഒന്നിച്ചാൽ പറ്റില്ല. എന്നാൽ പെട്ടെന്നാണ് ഒരു ഗോൾഡ് ലൈറ്റ് പോലെ വന്ന അത് ബ്ലോക്കായി. എന്റെ ടെറിട്ടറിയിൽ വന്നിട്ട് ആരെ കൊല്ലാൻ നിനക്കെന്ത് ധൈര്യമുണ്ട്? അത് എനിക്ക് അപമാനമാക്കുന്നതാണ് എന്ന് പറഞ്ഞ് അത് ഇല്ലാതാക്കി. മൂവ് തെറിച്ച് പിറകോട്ടെ. ആ വന്നത് ഷോങ് ആയിരുന്നു. മറ്റേ ഷോങ് ഷാൻ. നീ ആരാ എന്ന് മൂകു. വന്ന ആള് ഈസി ആയിട്ട് അറ്റാക്ക് തടഞ്ഞു. വളരെ സ്ട്രോങ് തന്നെയാണ്. സിയാൻ വന്നിട്ട് ഓൾഡ് വന്ന് നിങ്ങൾ ആര് ചേസ് ചെയ്താണ് കൊല എന്നാ ശിവനെ കൊല്ല സമ്മതിക്കില്ല. സിയാനെ കണ്ടിട്ട് അവന് അതിശയം. അവൾ ഇവിടെ എങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പിന്നെ പറയാം. അയാൾ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അയാളെ ബീറ്റ് ചെയ്താ നീ ചലഞ്ച് കംപ്ലീറ്റഡ്. അതോടെ മിസ് ഇയാള് ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യണം കഴിയണമെന്നില്ല. ചെയ്യാനെ നീ അറ്റാക്ക് ചെയ്യുന്നോ ഇല്ലയോ? ചെയ്യാം. മൂകു അവനെ മാത്രം എനിക്ക് മതി. നിങ്ങൾ ഇതിൽ ഇന്റർഫേസ് ചെയ്യണ്ട. അത് കേട്ട് എന്റെ മിസ് പറയുന്ന ഞാൻ കേൾക്കും, നീ പറയുന്നത് കേൾക്കണമെന്നാണോ? അതിനുശേഷം പിന്നെ ഫൈറ്റ് തുടങ്ങി. ഒരു സ്കില്ല് വിട്ട് അത് തടയുന്നുണ്ട്. സിയാനെ കൊണ്ട് മാറി. ആ വന്ന് തിരിച്ചു വിട്ടിട്ട് പെൽസ്പഗോഡയിലെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്നെ കൊല്ലുമെന്ന് ചലഞ്ച് ചെയ്ത ആരും ഇതുവരെ വന്നിട്ടില്ല. നീ ആരടാ എന്ന് പറഞ്ഞു വരുന്നു. അവരുടെ അറ്റാക്ക് പിന്നെ ആദ്യമൊക്കെ മൂകുവിന്റെ അറ്റാക്ക് ആണ് മുന്നിൽ നിന്നത്. ചെയിൻ ഉപയോഗിച്ചൊക്കെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഓരോ അറ്റാക്ക് ചെയ്യുന്ന ശിവങ്ങിന്റെ സ്ട്രെങ്ത് എന്നത് ബോഡി തന്നെയാണ്. എത്ര സ്കില്ലോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. സ്പേസിലേക്ക് കയറ്റി വിട്ട് അതിനുശേഷം അതിനുള്ളിൽ കിടന്ന് രണ്ടുപേരും ഫൈറ്റ്. അതിന്റെ എഫക്റ്റ് ക്രാക്ക് പോലെ വരുന്നുണ്ട്. ഒട്ടും വിചാരിച്ചില്ല ആ ആൾക്ക് മൂകുനെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് എതിർത്ത് തീർക്കാൻ കഴിയുമെന്ന്. 1000 സ്ട്രെങ്തെങ്കിലും കാണും എന്ന് ശിവൻ പറയുമ്പോൾ അവൻ 1000 കുറെ വർഷം കൊണ്ട് ആയതാണ്. ഞാൻ സാറ്റിസ്ഫൈ ആയി. വാ മൂകു ഹെൽഫയർ ഹാൻഡ് എന്നത് കിട്ടുന്നു. അത് തടയാൻ റെഡി ആയിട്ട് ശിവങ് അത് തടയാൻ നോക്കിയെങ്കിൽ അതൊക്കെ നേരെ കഴിഞ്ഞില്ല. ആ സ്പേസിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചുകൊണ്ട് ശിവനെ കണ്ടിട്ട് പോകാൻ നിൽക്കുമ്പോൾ സിയൻ തടഞ്ഞു. അതിന്റെ ആവശ്യമില്ല, അവൻ എല്ലാം നോക്കിക്കോളും. അവിടെ ആകട്ടെ ഒരു ഗോൾഡൻ കളറിൽ കവർ ചെയ്തായിട്ട് കിടക്കുകയാണ്. പെട്ടെന്ന് ഒരു അറ്റാക്ക് അത് മാറി. നോക്കുമ്പോൾ ഒരു മോൺസ്റ്റർ ബീസ്റ്റ് ആയിട്ട് മാറി. അതൊരു ബിയറാണ്. സ്ട്രോങ്ങിന്റെ യഥാർത്ഥ രൂപം അതിന്റെ ഗർജന പോലെ ടെറിഫൈ ആയിരുന്നു. ഒരു അറ്റാക്ക് നോക്കി അത് ഗർജനത്തിൽ തന്നെ ഇല്ലാതായി. അതുകൊണ്ട് ഏൻഷ്യന്റ് ഡ്രാഗൺ ബിയറോ അല്ലല്ല, വെറും ബിയർ. കുറച്ച് ഡ്രാഗൺ സ്ട്രെങ്ത് കൂടുതലെന്നേ ഉള്ളൂ. ഇത് തന്നെ എന്ത് തന്നെയായാലും ഇവന്റെ ബ്ലഡ് ലൈൻ പൂർണ്ണമായിട്ട് അവേക്കൺ ആയിട്ടില്ല. അല്ലെങ്കിൽ ചെസ്റ്റിലായിട്ട് ഒരു ഡ്രാഗൺ മാർക്ക് വരും. അങ്ങനെ വന്നാൽ അവ സുപ്രീം ബിയർ ആകും. ശിവൻ ബ്ലഡ് ലൈൻ മാർക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബീസ്റ്റുകൾക്ക്. അന്ന് ഫോണിക്സ് ട്രൈബിന്റെ അവർ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലാകാതിരുന്നത് ഇതുകൊണ്ടാകണം. അങ്ങനെ ആൾമോസ്റ്റ് ഡെഡായി. ഫോണിക്സ് ട്രൈബ് എന്ന് കേട്ട് സിയാൻ ദേഷ്യം. അവർ തന്നെ ഉപദ്രവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇല്ല. എന്നാൽ ഹെവൻലി ഡീമൺ ഫോണിക്സ് വിങ് അത് ഫ്ലൈയിങ് കോമ്പാക്ട് വിന്നായിട്ട് യൂസ് ചെയ്തല്ലോ. അത് ഫ്യൂച്ചറിൽ പ്രശ്നമാണ്. അങ്ങനെയല്ല വന്നാൽ സിയ ഓടി തന്നെ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഫൈറ്റിൽ വന്ന ബിയറായിട്ട് യഥാർത്ഥ ഫോമിലായ ചോങ് പിന്നെ അറ്റാക്ക് തുടങ്ങി. വളരെ പെട്ടെന്ന് വന്ന അറ്റാക്ക്. മുൻപ് ഷിയോനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഒന്ന് തൊടാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നെങ്കിൽ അടിക്കുന്ന അടി മുഴുവൻ വാങ്ങുവാണ്. മൂക്ക് പോലും വിചാരിച്ചില്ല. മൂക്ക് ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ലയണായിട്ട് വിട്ട് എതിർക്കാ ഷിയോങ് രണ്ടു കൂടി കൂട്ടിയടിച്ച് കട്ടങ്ങി നിൽക്കുന്നു. അതിൽ അവർ പോലും അത്ര ടെറിഫൈഡ് ആയിരുന്നു. ചോങ് പിന്നെ സ്ട്രെങ്ത് ഒരുപാട് കൂട്ടിട്ട് അതിൻ്റെ ഒരു ഗർജന വെച്ച് കൊടുത്തു.
അതിൽ തന്നെ അത് ഇല്ലാതായി. അതോടെ അത് ബ്രേക്കായി. മൂക്കുവിനും മനസ്സിലായി ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന്. ഇനിയും ആ എനർജി കുറേ പിൽസ് ഉണ്ടാക്കാൻ കഴിയാത്തവരും എന്നോട് മനസ്സിലാക്കിയിട്ട് ശിവനോട് നീ നോക്കിക്കോ, പിൽസ് കോൺഫറൻസ് കഴിയുമ്പോൾ നീയും കഴിയും എന്ന് പറഞ്ഞ് അവിടുന്ന് പോയി. അല്ല എസ്കേപ്പായി. ശിവന് ദേഷ്യമുണ്ട്. ഷോങ് ശിവന്റെ അടുത്തേക്ക് വരുന്നു. അവൻ നന്ദി പറയുമ്പോൾ എന്റെ മിസ്സിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് എന്നെ ഷോങ് ഷൻ എന്ന് വിളിച്ചാൽ മതി. ശിവ വന്നിട്ട് ഓക്കെ നിന്റെ ടാസ്ക് കംപ്ലീറ്റ് ആയി. ശിവനോട് ഞാറിന് നീ മെഡിസിൻ നോക്കുന്നുണ്ടെന്ന് ഞാൻ തരാം, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോയി. ഷോങ്ങാണ് എന്റെ പിൽസ്, എന്റെ ട്രഷർ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് പറയെ പോകുന്നു. സിയാൻ ഇവിടെ നിൽക്കുന്ന ചോദിക്കുമ്പോൾ അവൻ പിൽസ് കോൺഫറൻസിൽ വരുമെന്ന് പറഞ്ഞു. അവനെ കാത്തു നിന്നതാണ്. എന്നാൽ അവനെ വിട്ട് പോയതിനു ശേഷം നല്ല പിൽസ് ഒന്നും കിട്ടിയില്ല. എന്റെ എബിലിറ്റി കൂട്ടാൻ ടേസ്റ്റ് ഇല്ലാത്തതാണ് അവർ തന്നത്. ട്രൈബ് മെമ്പേഴ്സ് വന്ന് ചോദിക്കുമ്പോൾ അതെ. അതിനുശേഷം അങ്ങ് പോയി അവിടെയുള്ള ട്രഷർ എല്ലാം കണ്ട് ഷോക്ക്. ഇതെല്ലാം മാന്യാവുമാണ്ടതിൽ നിന്ന് കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ സങ്കടത്തിൽ തിരിഞ്ഞിരിക്കുന്ന ശിവന് വേണ്ടത് എന്താണോ അതെല്ലാം എടുത്തോ. സിയ വന്നിട്ട് നീ എന്തിനാ സങ്കടപ്പെടുന്നത്, ശിവൻ എന്റെ ഫ്രണ്ടാണ്, അതുപോലെ അടുത്ത ലെവൽ 8 ആൽക്കമിസ്റ്റ് കൂടിയാണ്. അങ്ങനെയെങ്കിൽ നിനക്ക് വേണ്ട പിൽസ് അവ ഉണ്ടാക്കി തരും ഫ്രീ ആയിട്ട്. എന്ത് ലെവൽ 8 എന്ന് പറഞ്ഞ കണ്ണടക്കും. ശിവനപ്പോൾ എനിക്ക് വേണ്ട കുറച്ച്, പിന്നെ ഹെവല് കാർട്ടസൻസിന് വേണ്ടിയുള്ളത് മാത്രം മതി, ധൈര്യമായിട്ട് എടുത്തോ. അതല്ല മിസ്സിന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട് കൂടിയാണ്, ബുള്ളി ചെയ്താൽ ഞാൻ കാണും. ശിവന് വേണ്ടത് അത് എടുത്ത് കൊടുത്തു. ഇത് ഉടനെ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഉടനെ എത്തിക്കാനായിട്ട് പറയുകയും ചെയ്തു. ശിവനോട് ഇനി എന്താ നമ്മളെ കൂടെ വരാം. ശിവന് എന്ന അതിനു മുൻപ് എനിക്ക് ക്ലോസ് ഡോർ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ സ്യൂട്ടബിൾ ആണ്. എർത്ത് ഹാർട്ട് സോളർ സെൻസ് ഉണ്ടാക്കണം. 3rd റൗണ്ടിന് മുൻപ് തന്നെ എനിക്ക് ലെവൽ 8 ആൽക്കമിസ്റ്റ് ആവണം. അവൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുറത്ത് കാത്തിരിക്കാനായിട്ട് തുടങ്ങി. അതിന്റെ ടൈം കടന്നായി. അവ ഉണ്ടാക്കുന്ന എർത്ത് ഹാർട്ട് എസൻസ് അതുകൂടി ആഡ് ചെയ്തു. എർത്ത് ഹാർട്ട് സോളർ എസൻസ് അതായിട്ട് മാറ്റുകയാണ്. എന്നാൽ അതിന് മാറ്റം വന്ന ഒരു ലിക്വിഡ് രൂപത്തിലേക്ക് മാറി. അതൊന്ന് തോന്നുന്നു. അത് ശിവൻ യൂസും ചെയ്യുന്നുണ്ട്. സാലോ ചെയ്തു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നോട് പറയുന്നുണ്ട്. ഈ സമയം പോയ മിക്കുള്ളവർ തിരികെ വരാനായിട്ട് തുടങ്ങി. കാവിങ് ശിവനെ നോക്കി കണ്ടില്ല. അവൻ അയാളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്തോ. സോങ്കിങ് വന്നതെന്നാ മൈൻഡാക്കാതെ പോയി. ശിവനപ്പോൾ കാവിങ് മറ്റുള്ളവരും എത്തി. അവർ തോന്നുന്നു ശിവൻ വന്നില്ലല്ലോ എന്ന് ടെൻഷനാണ് ശിവാനിക്ക്. അവൻ ഹിയാവോച്ചൻ്റെ ഡിസബിൾ ആണ്. ഉറപ്പായും വരും. ടൈം ചെയ്യാൻ ടെൻഷനായിട്ടിരിക്കുക. ചെയ്യാനാകട്ടെ പിൽസ് വേൾഡിൽ ക്ലോസ് ആകാറായി എന്ന ടെൻഷൻ. ശിവൻ കൂളായിട്ട് ഉറങ്ങുന്നുണ്ട്. കരടി ഒറ്റയടി ആരുടെ അടിച്ച് ഇപ്പൊ എന്താ എന്ന രീതിയിൽ അവിടെ ഇരിക്കുന്നു. നല്ല സ്ട്രോങ് ആയ സ്പിരിച്വൽ എനർജി വരുന്നത് കണ്ട് ശിവന് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ കഴിയുമോ? ചെയ്യാനതിന് ഇതൊക്കെ അവന് നോർമലാണ് പിന്നെ എന്ന രീതിയിൽ ഒരു ലുക്ക് ഇട്ടുള്ളൂ. അതെ ശിവൻ അവന്റെ സ്പിരിച്വൽ വേൾഡ് അത് അബ്സോർവ് ചെയ്യുന്നു. അതിനെന്തൊക്കെ മാറ്റം വരുന്നു, എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ബാക്കിലെ ബ്ലാക്ക് ഹോളൊക്കെ കാണും. അങ്ങനെ അവസാനം മുകളിലേക്ക് അതിന്റെ എഫക്റ്റ് പോയി. അതുകൊണ്ട് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. ലെവൽ 8 ആൽക്കമിസ്റ്റ്. ശിവൻ അങ്ങനെ ലെവൽ 8 ആൽക്കമിസ്റ്റ് ആയിട്ട് മാറി. അതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി സോൾ ഫോർട്ട് പ്രിന്റ് അത് ഉപയോഗിക്കുന്നുണ്ട്. പിറകിലായിട്ട് രൂപം അത് കാവിങ് ആയിട്ട് ചലഞ്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. ഷോങ്ങിനോട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അവൻ ഓക്കെ പറഞ്ഞ് സ്ട്രോങ് അറ്റാക്കിന് റെഡിയായി. രണ്ടും കൂടി കൂട്ടിയിടിച്ച്. എന്നാൽ ശിവന്റെ സോൾ ഫോർട്ട് പ്രിന്റ് സ്പിരിച്വൽ എനർജിയാണ്. അത് ഒരു സോൾ അറ്റാക്കാണ്. ഒറ്റ സെക്കൻഡിൽ ശിവന്റെ അറ്റാക്കിൽ ഷോങ്ങിന്റെ സോളോ പുറത്തു പോയിട്ട് വന്നു. സോൾ അറ്റാക്ക് കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലെന്ന് ചോദിക്കുമ്പോൾ ഹേയ് ഓക്കെയാണ്. നിന്റെ ഈ അറ്റാക്ക് എതിർക്കാൻ വളരെ പാടാണ് ആർക്കും. സിയാനപ്പോൾ ഈ പിൽസ് വേൾഡ് ക്ലോസ് ആകാറായി പോകാം. സിയാന് ഓക്കെ ക്ലോസ് ആകാറായതിൻ്റെ സൗണ്ട് വന്ന് അത് പയ്യെ ആകുന്നുണ്ട്. സിയാനൊക്കെ ടെൻഷൻ. പെട്ടെന്നാണ് ആ ചെറുതായത് വലുതായിട്ട് മാറി. അതിനുള്ളിൽ നിന്ന് അവർ പുറത്തു വന്ന് നിൽക്കുന്നു. അവരെ കണ്ട് മൂക്കുന്നും ചെറിയ ഷോക്ക്. എല്ലാവരും അതിശയത്ത് നിൽക്കുവാണ്. അവൻ്റെ സോൾ പവർ ഇൻക്രീസ് ആയതുപോലെ എന്ന് ശിവൻ. അപ്പോൾ അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.